എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ സ്റ്റഡിയിങ് ഇൻ ഓസ്ട്രിയ അല്ലെങ്കിൽ ഓസ്ട്രിയയിൽ ഉപരിപഠനത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഇത് ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയയാണ് കേട്ടോ. ഓസ്ട്രിയ യൂറോപ്പിലെ ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പം ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി കുറച്ച് സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാനൊരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുന്നു. പക്ഷേ ഒരു സമയക്കുറവ് മൂലം അത് നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഇപ്പോൾ ചെയ്യാം. അപ്പം കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സംശയങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ട്ണർക്ക് വിസ കിട്ടുമോ? പഠിക്കാൻ പോകുന്ന ആളുകളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡോ വൈഫ് എങ്ങനെയാണെങ്കിലും വിസ കിട്ടുമോ, അവർക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി വിസക്കാർക്കുള്ള ഫാമിലി റീയൂണിഫിക്കേഷൻ വിസ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുവഴി നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിനോ നിങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് വരാൻ പറ്റും. പിന്നെ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എംപ്ലോയർ അവിടുത്തെ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. നിങ്ങൾക്ക് അവിടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിസ വർക്ക് റൈറ്റ് ഇല്ല, പക്ഷേ എംപ്ലോയർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹസ്ബൻഡോ വൈഫിനോ ഫുൾ ടൈം ജോലി ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കാര്യം. സോ ആ ഒരു സംശയം തീർന്നു വിചാരിക്കുന്നു. ഫാമിലി ക്യാൻ മൂവ് ടുഗദർ. ഓൾ റൈറ്റ്. അപ്പോൾ അതാണ് ഫസ്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഫാമിലിക്കും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ ആദ്യം അവിടെ ചെന്നതിന് ശേഷം ഈ റീയൂണിഫിക്കേഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അത് ഫസ്റ്റ് തിങ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാംഗ്വേജ് ബാരിയർ ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. കാരണം ഓസ്ട്രിയ ഒരു ജർമ്മൻ മെജോറിറ്റി സ്പീക്കിംഗ് കൺട്രിയാണ്. ജർമ്മനാണ് അവിടുത്തെ ഒഫീഷ്യൽ ഭാഷ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു രാജ്യത്ത് പോയിട്ട് നമ്മുടെ ആ ഒരു രാജ്യത്തെ മെജോറിറ്റി ആളുകൾ നമുക്കറിയാത്ത ഒരു ഭാഷ സംസാരിക്കുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പഠനം കഴിഞ്ഞിട്ട് ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഭാഷ അറിഞ്ഞിരിക്കണം. പെർട്ടിക്കുലർലി നിങ്ങളിപ്പം ബിസിനസ് സെക്ടറോ ഹെൽത്ത് കെയർ സെക്ടർ അങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഏത് സെക്ടറിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഭാഷ അറിയണം. പിന്നെ IT സെക്ടർ അങ്ങനെയുള്ള കുറച്ച് സെക്ടറല്ലേ, ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് എഞ്ചിനീയറിംഗ് സെക്ടേഴ്സിലൊന്നും ഭാഷ അത്ര വലിയ പ്രാവീണ്യം ഇല്ലെങ്കിലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അടുത്തൊരു കാര്യം. പിന്നെ വേറെ കുറച്ച് ആളുകൾ ചോദിക്കുന്നു, ഹെൽത്ത് കെയർ കോഴ്സുകൾ ഓസ്ട്രേലിയയിൽ പഠിച്ചാൽ നല്ലതാണോ എന്നാണ്. പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഓസ്ട്രേലിയയിൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ക്ലിനിക്കൽ സെക്ടറിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഷ പഠിക്കും എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഓസ്ട്രേലിയയിൽ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന് എന്താണ് സ്കോപ്പ് എന്നുള്ളത്. ലാംഗ്വേജ് അറിയാതെ ഒരു രക്ഷയില്ല. ഓക്കെ, അതൊരു ഫാക്റ്റാണ്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചു, അവിടെ നമുക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് നമുക്ക് ലിവിങ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ നോർമൽ കേസ് പറ്റും, അത് ബുദ്ധിമുട്ടില്ല. പക്ഷേ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം എന്തായാലും ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ പൈസ കാണിക്കണം. നമ്മൾ അവിടെ പോയി സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പാർട്ട് ടൈം എലിജിബിലിറ്റി അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസൊക്കെ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫീസ് വളരെ കുറവാണ്. നമ്മൾ ആ വീഡിയോയിൽ ഫീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫീസ് കുറവാണെങ്കിലും നമ്മുടെ ലിവിങ് എക്സ്പെൻസസ് ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിൽ തന്നെ കാണിക്കണം. അപ്പോൾ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൈസ കാണിച്ചാലേ നിങ്ങളുടെ വിസ, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിങ്ങൾ ഇത്രയും എമൗണ്ട് കാണിച്ചാലേ നിങ്ങളുടെ വിസ ഗ്രാൻഡ് ആവുള്ളൂ. പിന്നെ അവിടെ ചെന്ന് പാർട്ട് ടൈം ചെയ്താൽ ഈ നോർമൽ കേസസ് ഒരു ബേസിക് ലിവിങ് എക്സ്പെൻസൊക്കെ കഴിഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ വേറെ ചിലർ ചോദിച്ചു, ഈ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണോ ഓസ്ട്രേലിയയിൽ? ഒരു രാജ്യത്തും ജോലി കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. എവിടെ പോയി ആരെങ്കിലും എന്തെങ്കിലും സക്സസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഡെഫിനറ്റ്ലി നല്ല ഹാർഡ് വർക്കുണ്ട്. ഒരിക്കലും എളുപ്പത്തിൽ ജോലി കിട്ടും എന്ന് വിചാരിച്ച് ഒരു രാജ്യത്തോട്ടും പോകരുത്. അവിടെ പോയിട്ട് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ശരിക്കും വർക്കൗട്ട് ചെയ്യണം. അതായത് സർട്ടിഫിക്കേഷൻസ് എടുക്കേണ്ടി വരും, അപ്പ് സ്കില്ല് ചെയ്യേണ്ടി വരും, ചിലപ്പം ലാംഗ്വേജ് കുറച്ചുകൂടെ ബെറ്റർ ആക്കേണ്ടി വരും, എക്സാമുകൾ എഴുതേണ്ടി വന്നേക്കാം. സോ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. സോ ഒരിക്കലും എളുപ്പമല്ല. ഓസ്ട്രിയ ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്, അത് സത്യമാണ്. നിങ്ങൾക്ക് അവിടെ പോയി പഠിച്ച് കഴിയുമ്പം യൂറോപ്യൻ ജോബ് മാർക്കറ്റിലേക്ക് ഒരു എൻട്രി കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എളുപ്പമൊന്നുമല്ല. ഓക്കെ, അവിടെ ചെന്ന് നിങ്ങളുടെ സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾ സെല്ല് ചെയ്ത്
ജോലി കണ്ടുപിടിക്കാൻ. അതാണ്. പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞ സംഭവം കിട്ടും, അല്ലെങ്കിൽ ഒരു സ്റ്റേ ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. കാരണം എംപ്ലോയർക്ക് നിങ്ങളെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതൊക്കെ ഒരു നല്ല ഫാക്ടറാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അത് നിങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു കേക്ക് വാക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അതായത് മറ്റുള്ളവർ പോയി അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ മിസ്സാവും എന്ന് വിചാരിച്ച് പോകുന്ന കാര്യമില്ല. അവിടെ പോകുന്ന എല്ലാവരും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്ന ലൈഫൊന്നുമല്ല. എല്ലാവർക്കും അതിൻ്റേതായ ലൈക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് കുറച്ച് പെയിനൊക്കെ എടുത്ത് തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതാണ് വേറൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം ചോദിച്ചത്, ഓസ്ട്രിയയിൽ പോയി കഴിഞ്ഞാൽ യൂറോപ്പിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പറ്റുമോ, ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓസ്ട്രിയയിൽ നിങ്ങൾക്ക് ഒരു വിസ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആകുമ്പം നമ്മൾ ഏത് രാജ്യത്താണോ നമുക്ക് പെർമിറ്റ് ഉള്ളത് അവിടെ വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ബ്ലൂ കാർഡൊക്കെ ഒരു കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവിയൊക്കെ ചെയ്യാതിരിക്കാം. പക്ഷേ എന്ത് പറഞ്ഞാലും ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആൾക്ക് യൂറോപ്പിൽ ഒരു രാജ്യത്തുണ്ടെങ്കിൽ അവിടെ തന്നെ വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഷെങ്കൻ സോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂറോപ്പിൽ ഉടനീളം ട്രാവൽ ചെയ്യാം, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഓസ്ട്രിയ ഒരു ഷെങ്കൻ സോൺ കൺട്രിയാണ്. അത് ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, നിയർ ടു ചെക്കോസ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, ഈവൻ ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, പോളണ്ട് ഒക്കെയാണ് ഇതിനെ അതിരിടുന്ന രാജ്യങ്ങൾ. സോ ഇതിൻ്റെയൊക്കെ സെൻട്രലുള്ള ഒരു രാജ്യമാണ്, ഡെവലപ്ഡ് കൺട്രിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ജോബ് മാർക്കറ്റിൽ ഇങ്ങനെ ജോലികൾ ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിക്കരുത്. അവിടെ ചെന്ന് നിങ്ങൾ അപ്സ്കില്ല് ചെയ്യാതെ ജോബ് മാർക്കറ്റിലേക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, IT സെക്ടറിലൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആളുകൾ ഇപ്പോഴും നാട്ടിൽ നിന്ന് വരെ ചില സമയത്ത് ഡെപ്യൂട്ടേഷനിലൊക്കെ ഓസ്ട്രേലിയയിൽ പോകാറുണ്ട്. സോ ബേസിക്കലി നിങ്ങളവിടെ പോയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ. സോ ഇതൊക്കെയാണ് നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് ലൈക്ക് ഉത്തരം. പിന്നെ ചിലർ കോഴ്സുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട്, നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളെ പറ്റിയൊക്കെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ലൈക്ക് താല്പര്യമുള്ള കോഴ്സ് എന്താണോ അതിട്ട് ഇൻ ഓസ്ട്രിയ എന്ന് ഇൻ ഇംഗ്ലീഷ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകളുടെ ലിസ്റ്റ് കിട്ടും. അത് കയറി നോക്കി അതിൻ്റെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റും പിന്നെ അതിൻ്റെ ഏത് ഭാഷയിലാണ് അത് പഠിപ്പിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ നോക്കുക കേട്ടോ. ചില കോഴ്സുകൾ ജർമ്മനിൽ മാത്രമേ അവർ റൺ ചെയ്യുള്ളൂ, ചില കോഴ്സുകൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലും റൺ ചെയ്യുന്നുണ്ടാവും. സോ ബേസിക്കലി അതൊക്കെ ശരിക്കും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ എങ്കിലും ഞാൻ നോക്കട്ടെ, ഇന്നും വരുന്ന വീഡിയോസിൽ നമുക്ക് കോഴ്സുകളെ പറ്റി കൂടുതലായിട്ട് വേണമെങ്കിൽ പറയാം. അത് ശരിക്കും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ കുറച്ച് സംശയങ്ങളും എൻ്റെ കുറച്ച് ഉത്തരങ്ങളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.